ജെനറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്ക് ചേർന്ന് ചിന്തിക്കാം. ജെനറ്റിക്സിൻ്റെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്നത് ജോഹാൻ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ്. കാരണം പയർ ചെടികളിൽ അദ്ദേഹം നടത്തിയ ചില എക്സ്പെരിമെൻറ്റുകളാണ് പിന്നീട് ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന് അടിസ്ഥാനമിട്ടത്. അദ്ദേഹം തിരഞ്ഞെടുത്ത തൻ്റെ പരീക്ഷണങ്ങൾ, തൻ്റെ എക്സ്പെരിമെൻറ്റുകൾക്കായിട്ട് തിരഞ്ഞെടുത്തത് പ്രത്യേക തരത്തിലുള്ള പയറുചെടിയായിരുന്ന പയറുചെടിയുടെ പേര് മറന്നു പോകരുത്. പിസം സാറ്റിവോ എന്നാണ് പയറുചെടിയുടെ പേര്. അദ്ദേഹം ആ പയറുചെടികളിൽ 7 തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ കണ്ടെത്തി. 7 പെയർ. ഞാനത് ഇവിടെ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാം. 7 പെയേഴ്സ്. അതിനകത്ത് ഈ മുകളിൽ കാണുന്ന എല്ലാം ഡൊമിനൻ്റ് ട്രെയ്റ്റുകളാണ്. ട്രെയ്റ്റ് എന്ന് വെച്ചാൽ സ്വഭാവം. ഡൊമിനൻ്റ് ട്രെയ്റ്റുകളാണ്. താഴെ വരുന്നതൊക്കെ റിസസീവ് ട്രെയ്റ്റാണ്. ഡൊമിനൻ്റും റിസസീവും നമ്മൾ പിന്നാലെ പഠിക്കും. ഡൊമിനൻ്റ് ട്രെയ്റ്റ് ആൻഡ് റിസസീവ് ട്രെയ്റ്റ്. ഓരോ ജോഡികളാണ്, ഓരോ പെയറാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഷേപ്പ് ഓഫ് സീഡ്. ഷേപ്പ് കണ്ടോ? ഇത് റൗണ്ടാണ്, ഇത് റിങ്കിൾഡാണ്, ചുരുണ്ടതാണ് അതിൻ്റെ ആ പയർമണി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് പട്ടാണിപ്പയർ പോലെയുള്ള പയറാണ്, ഗ്രീൻ പീസ് പോലെയുള്ള പയറാണ്. ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡ് റൗണ്ട്, സീഡ് റിങ്കിൾഡ്. വേറൊരു സെറ്റ് സീഡിൻ്റെ കളറാണ്. ഒരെണ്ണത്തിൻ്റെ യെല്ലോ, മറ്റതിൻ്റെ ഗ്രീൻ. വേറെ ഒന്ന് കളർ ഓഫ് പോഡ്. ഈ അച്ചിങ്ങ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ പോഡിൻ്റെ ഷേപ്പ്. ഇത് ഫ്ലാറ്റാണ് ഈ പോഡ്. കണ്ട, കളർ ഓഫ് പോഡ് ഗ്രീനാണ്, ഇത് യെല്ലോയാണ്. കളർ ഓഫ് പോഡ്. ഇത് ഷേപ്പ് ഓഫ് പോഡ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിങ്ങനെ ഫ്ലാറ്റാണ്. കണ്ടോ, ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ഇത് കണ്ടോ, കീറി ഇറങ്ങി തടവും കുഴി എന്ന് വെച്ചാൽ അകത്തുള്ള ആ പയറിൻ്റെ സൈസിനനുസരിച്ച് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഇതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കോൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 2 തരം. ഒന്ന് ഹൈറ്റ് ടോളും, മറ്റൊന്ന് ഡ്വാർഫും. വേറൊന്ന് അതിൻ്റെ ഫ്ലവർ കാണപ്പെടുന്ന സ്ഥാനമാണ്, പൊസിഷൻ. ഇത് ആക്സിയൽ ഫ്ലവറാണ്. കണ്ടോ, ആക്സിയൽ എന്ന് വെച്ചാൽ അത് ടോപ്പിലല്ല, സൈഡുകളിലായിട്ട്. പക്ഷേ ഇത് ടെർമിനൽ അറ്റത്തുള്ളത്. മറ്റൊന്ന് ഫ്ലവറിൻ്റെ കളറാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരെണ്ണം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലവറിൻ്റെ കളറാണ്. ഒന്ന് പർപ്പിളാണ്, മറ്റേത് വൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് അതിനകത്തൊന്നാണ് ഈ പൊസിഷൻ ഓഫ് ഫ്ലവർ. അതിനകത്ത് ആക്സിയലാണ് ഡൊമിനൻ്റ് ക്യാരക്ടർ അല്ലേ. ടെർമിനല് റിസസീവ് ക്യാരക്ടറാണ്. അതുപോലെ ആ പൊക്കത്തിൽ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ടോളാണ് ഡൊമിനൻ്റ്, ഡ്വാർഫ് റിസസീവാണ്. പിന്നെ നമ്മൾക്ക് മൂന്നാമതായിട്ട് ഡൊമിനൻ്റും റിസസീവും പറയേണ്ടത് സീഡിൻ്റെ ഷേപ്പാണ്. അതിനകത്ത് റൗണ്ട് സീഡ് ഡൊമിനൻ്റ് ആണ്, റിങ്കിൾഡ് സീഡ് റിസസീവാണ്. മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ 2 പ്ലാന്റുകൾ തമ്മിൽ ഒരു ജോഡി അല്ലെങ്കിൽ 1 പെയർ ട്രെയ്റ്റിൽ, 1 പെയർ സ്വഭാവത്തിൽ വ്യത്യാസമുള്ള 2 പ്ലാന്റുകളെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ഓർ ക്രോസ് ചെയ്യുന്നതിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോൾ പീ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പീ പ്ലാന്റിനെയുമാണ്. ഈ ടോൾ പീ പ്ലാന്റും ഡ്വാർഫ് പീ പ്ലാന്റും ഇത് നമ്മളുടെ ജോഹാൻ ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻ്റാണ്. അദ്ദേഹം ഒരു ടോൾ പീ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പീ പ്ലാന്റിനെയും എടുത്തിട്ടാണ് ക്രോസ് ചെയ്തത്. എന്നിട്ട് ഇവ തമ്മിൽ ക്രോസ് ചെയ്ത് ഇവർക്ക് പുതിയ പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവ ഇതുപോലെ ടോൾ ആയിരിക്കുമോ, അതോ ഇതുപോലെ ഡ്വാർഫ് ആയിരിക്കുമോ, അതെയോ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരിക്കുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇതിൻ്റെ ഒരു ജീനാണിത്. ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജീനാണ്. പൊക്ക കൂടുതലിനുള്ളൊരു ജീനാണിത്. ഇത് പൊക്കക്കുറവിനുള്ള ജീനാണ്. അപ്പോൾ ഒരു ജീനിന് 2 പാർട്ടുണ്ട് ഇല്ലേ. ഈ പൊക്ക കൂടുതലിന് 2 പാർട്ടുണ്ട് ആ ജീനിന് ഇല്ലേ. ഇത് ഒരു ടി, ഇത് വേറൊരു ടി. ഇത് അതിൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയത്, ഇത് അതിൻ്റെ മദറിൽ നിന്ന് കിട്ടിയത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ ഒരു ജീനാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടീയെ നമ്മൾ എന്തെന്ന് വിളിക്കും? അലീൽ എന്ന് വിളിക്കും. അലീൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ ടി അലീലാണ്, അത് ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. ഈ ടി വേറൊരു അലീലാണ്, അത് മദറിൽ നിന്ന് കിട്ടിയതാണ്.
ഈ സ്മോൾ ടി ഒരു അലീലാണ്, അത് അതിൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയതാണ്, മദറിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ. അപ്പോൾ 2 അലീൽ ചേരുമ്പോഴാണ് ഒരു ജീൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ടോൾ പീ പ്ലാന്റ്, ഇത് ഡ്വാർഫ് പീ പ്ലാന്റോ, അതിനെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി. ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് ഇതിൻ്റെ പോളൻ ഗ്രെയിൻ എടുത്ത് ഇതിൻ്റെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് പുതിയ ചെടിയെ ഉൽപ്പാദിപ്പിച്ചു എന്ന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പോളൻ ഗ്രെയിൻ എടുത്ത് ഇതിൻ്റെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യിപ്പിച്ച് പുതിയ ഒരു പ്ലാന്റ് സൃഷ്ടിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഇതിൻ്റെ അലിയിലെല്ലാം ടോൾനെസ്സിനുള്ളതായതുകൊണ്ട് ഇതിന് എത്ര ഗാമീറ്റ്സിൻ്റെ പോളൻ ഗ്രെയിൻ എത്ര ഫോം ചെയ്താലും ആ ഗാമീറ്റൊക്കെ എല്ലാം ഒരേപോലത്തെ തന്നെയായിരിക്കും. എല്ലാത്തിനകത്തും ഈ ടോളിനുള്ള അലിയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഡ്വാർഫിനുള്ളത് ഉണ്ടായിരിക്കില്ല. കാരണം അതിന് ആ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയ രണ്ടും ടോളിനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ ഡ്വാർഫിനുള്ള ആ അലിയിൽ മാത്രമേ ഇതിൻ്റെ എഗ്ഗിനകത്തുണ്ടാവുള്ളൂ. അപ്പോൾ സെയിം ടൈപ്പ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി എടുക്കേണ്ട കാര്യമില്ല. 2 പേരും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 2 നിന്ന് ഓരോന്നിനും എടുത്താൽ മതി. കണ്ടോ, ഇത് 2 കൂടെ കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു നമ്മൾ പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പുതിയൊരു പീ പ്ലാന്റ് ഉണ്ടാവും. ഇങ്ങനെ എത്ര പീ പ്ലാന്റ് ഇതിനകത്ത് ഉണ്ടായാലും ഉണ്ടാവുന്ന പീ പ്ലാന്റിൻ്റെ ജീനുകൾ അല്ലെങ്കിൽ അലീലുകളെ നമ്മളിങ്ങനെ എഴുതിക്കുന്നത് ഇങ്ങനെ വരുള്ളൂ. എന്ന് വെച്ചാൽ ടോളിൻ്റെ അലീലും ഉണ്ടാവും, ഡ്വാർഫിൻ്റെ അലീലും അതിനകത്തുണ്ടാവും. പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഈ പീ പ്ലാന്റിനെ നമ്മൾ ഇതിനെ വിളിക്കുന്ന ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്, 1ാം തലമുറ. കണ്ടോ, ഇവരുടെ 2 പേരുടെയും ഫസ്റ്റ് 1ാം തലമുറയാണിത് അല്ലേ. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും 1ാം തലമുറയാണ് നിങ്ങൾ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് ഫസ്റ്റ് ജനറേഷനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ ടോളിൻ്റെ അല്ലിലുണ്ട്, ഡ്വാർഫിൻ്റെ അല്ലിലുണ്ട്. അപ്പോൾ ഈ ചെടികളെ, ഈ വിത്തുകളെ നട്ട് കഴിഞ്ഞാൽ അത് ടോളായിരിക്കുമോ ഡ്വാർഫായിരിക്കുമോ അത് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കുമോ? അപ്പോൾ മെൻ്റൽ ഇതിനെ മുഴുവൻ നട്ടു നോക്കി, പക്ഷേ എല്ലാം ടോളായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ടോൾ. ഈ സ്വഭാവമാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഡ്വാർഫിൻ്റെ അലീലും ഉണ്ട്, ടോളിൻ്റെ അലീലും ഉണ്ടെങ്കിലും ഈ ടോൾ അലീലിൻ്റെ സ്വഭാവമാണ് ആ പ്ലാന്റ് പ്രകടിപ്പിക്കുക. ഈ ഡ്വാർഫിൻ്റെ അലീൽ അതിൻ്റെ സ്വഭാവം അത് ഫങ്ഷൻലെസ് ആയി പോകും. അത് നശിച്ചൊന്നും പോകില്ല, പക്ഷെ അത് പ്രവർത്തിക്കില്ല. അത് ഒളിച്ചിരിക്കുക. അതിൻ്റെ സ്വഭാവം പുറത്ത് കാണിക്കാൻ പറ്റാതെ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്വഭാവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസസീവ് ക്യാരക്ടർ. റിസസീവ് ക്യാരക്ടർ എന്ന് പറയും. ഈ പ്രകടമാവുന്ന ഈ ഗുണത്തിനെ വിളിക്കുന്ന പേര്, ടോളാണല്ലോ അത് എക്സ്പ്രസ് ചെയ്ത സ്വഭാവം, അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമിനൻ്റ് ക്യാരക്ടർ. ഡൊമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ മുഴുവൻ ടോൾ. അപ്പോൾ മെൻ്റൽ തീർച്ചയായിട്ടും ആകെ വണ്ടറായി കാണും അല്ലേ. കാരണം എന്താ, ഈ ടോളും ഡോർഫും കൂടി അദ്ദേഹം പോളിനേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ കുറേ 100 പയർമണികൾ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നട്ടു. ഒരെണ്ണം പോലും ഡോർഫ് വന്നില്ല, എല്ലാം ടോൾ അല്ലേ. അപ്പോൾ ഡോർഫ് എന്ന് പറയുന്ന സ്വഭാവത്തിന് എന്ത് പറ്റി എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യമൊന്നും ഈ കൺക്ലൂഷനിൽ എത്തിക്കാണല്ല, അവസാനമായിരിക്കും ഈ കൺക്ലൂഷനിൽ എത്തുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ട്രേറ്റ് എന്ന് പറയണേ കോൺട്രാസ്റ്റിംഗ് പെയർ എന്ന് വെച്ചാൽ 2 പേരും പരസ്പരം വിരുദ്ധം. അതായത് ടോൾ ആണെങ്കിൽ ഒരാൾ ഡ്വാർഫ്. അപ്പോൾ ടോളും ഡ്വാർഫും ഒരു സെറ്റ് എന്താണ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ്. അപ്പോൾ ഈ 2 ഓപ്പോസിറ്റ് സ്വഭാവങ്ങളുടെ അലീലുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിൽ 2 പേരുടെ സ്വഭാവം പ്ലാന്റ് കാണിക്കില്ല, ഒരാളുടെ സ്വഭാവമേ പ്ലാന്റ് കാണിക്കുള്ളൂ. അപ്പോൾ ഏത് അലീലിൻ്റെ സ്വഭാവമാണോ പ്ലാന്റ് കാണിക്കുന്നത് ആ ട്രൈറ്റിനെ വിളിക്കുന്ന പേര് ഡൊമിനൻ്റ് ട്രൈറ്റ്. ഏതിൻ്റെ സ്വഭാവം ഒളിപ്പിച്ച് വയ്ക്കുന്നോ ഹൈഡ് ചെയ്ത് വെക്കുന്നോ അതിനെ റിസസീവ് ട്രൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ അല്ലീൽ ഡൊമിനൻ്റ് ആണ്, ഈ അല്ലീൽ റിസസീവ് ആണ്. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡൊമിനൻസ് എന്നൊക്കെ പറയുന്ന മെൻ്റലിൻ്റെ ലോ. ദെൻ അദ്ദേഹത്തിന് അപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഡ്വാർഫ് സ്വഭാവം പിന്നെ എന്താവും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്ലാന്റിനെ അദ്ദേഹം സെൽഫ് പോളിനേഷന് വിധേയമാക്കി. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് എടുത്ത് ആ പ്ലാന്റിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വെച്ചു. എന്നാൽ അച്ഛനും അമ്മയും ആര് തന്നെ ആ പ്ലാന്റ് തന്നെ. ഇതിൻ്റെ അച്ഛൻ അമ്മ 2 പേരായിരുന്നു. ഇതല്ല, അതിൻ്റെ സെൽഫ് പോളിനേഷനാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അച്ഛനും അമ്മയും അത് തന്നെ എന്ന് വെച്ചാൽ നമുക്കത് ക്രോസ് ചെയ്ത രീതി ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇത് അച്ഛൻ്റെ സ്ഥാനത്ത് ഇത് പോളൻ ഗ്രെയിൻസ് ആണ്. അതുപോലെ തന്നെ
എഗ്ഗിന് വേണ്ടി മദറായിട്ടും അത് തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, രണ്ടുപേരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഗ്യാമീറ്റുകൾ നമുക്ക് നോക്കാം. ഇതിന് ഇതുപോലെയല്ല, ഇതിന് ഒരു തരം ഗ്യാമീറ്റുകൾ, എത്ര ഗ്യാമീറ്റ് ഉണ്ടെങ്കിലും എല്ലാം ടോളിൻ്റെ അലിയിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഗ്യാമീറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2 തരം ഗ്യാമീറ്റുകൾ ഉണ്ടാവും. കാരണം ടോളിനുള്ള അലിയിലുണ്ട്, ഡ്വാർഫിനുള്ള അലിയിലുണ്ട്. ഇതിനും അങ്ങനെ തന്നെ ടോളിനുള്ള അലിയിലുണ്ട്, ഡ്വാർഫിനുള്ള അലിയിലുണ്ട്. അപ്പോൾ 2 സാധ്യതകളുണ്ട്. ഈ പോളൻ ഗ്രെയിൻ, ഈ ടോളിൻ്റെ അലിയിലുള്ള പോളൻ ഗ്രെയിൻ ഈ ടോളിൻ്റെ അലിയിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവണ പുതിയ പ്ലാന്റ് എങ്ങനെ ഇരിക്കും? 2ഉം ക്യാപിറ്റൽ ടി ഉള്ളതായിരിക്കും, അല്ലേ? 2ഉം ക്യാപിറ്റൽ ടി ഉള്ളതായിരിക്കും അവിടെ ഉണ്ടായി വരിക. 2ഉം ക്യാപിറ്റൽ ടി ആയിരിക്കും ഉണ്ടായി വരിക. ഇനി അതേസമയം ഈ ഗ്യാമീറ്റ് ഈ ഡ്വാർഫിൻ്റെ കണ്ടോ, ഈ ഗ്യാമീറ്റുമായിട്ടാണ് എന്ന് വെച്ചാൽ ഈ പോളൻ ഗ്രെയിൻ ഈ എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഇതും നമ്മൾ ആദ്യം കേട്ടതുപോലെ ഈ 2 സ്വഭാവങ്ങൾ ഏതാ പ്രകടിപ്പിക്കുള്ളൂ? ടോളാ പ്രകടിപ്പിക്കുള്ളൂ. അപ്പോൾ ഇതും ടോൾ പ്ലാന്റ് ആയിരിക്കും, അല്ലേ? ഇനി മറ്റൊരു സാധ്യത ഉള്ളത് ഈ ഡ്വാർഫിൻ്റെ അലിയിലുള്ള ഈ ഗ്യാമീറ്റ് അതിതുമായിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴും ക്യാപിറ്റൽ ടി സ്മോൾ ടി, നമ്മളെപ്പോഴും ക്യാപിറ്റൽ അക്ഷരം ഫസ്റ്റ് എഴുതുള്ളൂ, സ്മോൾ ലെറ്റർ കണ്ടോ. അപ്പോൾ ഇവിടെ സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതി വെക്കരുത്. ആദ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ആദ്യം എഴുതണ്ടേ. ഇനി അതുപോലെ മറ്റൊരു ചാൻസ് എന്ന് വെച്ചാൽ 2ഉം സ്മോൾ ടീകൾ വരും. അപ്പോൾ ഇത് ഡ്വാർഫ് പ്ലാന്റ്, അല്ലേ? ഇത് ഡ്വാർഫാണ്, കണ്ടോ. ഇവിടെ ഡ്വാർഫ് സ്വഭാവം ഫസ്റ്റ് ജനറേഷനിൽ, ഇത് സെക്കൻഡ് ജനറേഷനാണ്, അല്ലേ? F2 ആണ്, അല്ലേ? ജനറേഷൻ 2 ആണത്, സെക്കൻഡ് ജനറേഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ടോളും ഡ്വാർഫും കൂടെ കൂടി ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ടോൾ എന്ന് പറഞ്ഞ സ്വഭാവം മാത്രമേ കാണിച്ചുള്ളൂ, ഡ്വാർഫ് സ്വഭാവം കണ്ടില്ല. പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ ഈ ഡ്വാർഫ് ക്യാരക്ടർ എന്ത് ചെയ്തു? അത് അപ്പിയർ ചെയ്തു. അപ്പോൾ ഈ F2 ജനറേഷനിലെ ആ പ്ലാന്റ്സിൻ്റെ റേഷ്യോ നമ്മൾ പറയുകയാണെങ്കിൽ 3:1 ആണ് റേഷ്യോ. എന്ന് വെച്ചാൽ 3 ടോൾ പ്ലാന്റും 1 ഡ്വാർഫ് പ്ലാന്റും ആണ് ഉണ്ടാവുക. 3 ടോൾ പ്ലാന്റും 1 ഡ്വാർഫ് പ്ലാന്റും. അപ്പോൾ നമ്മൾ 100 പ്ലാന്റാണ് ഈ സെക്കൻഡ് ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് 75 എണ്ണം, 75 എണ്ണം, ഏകദേശം 75ഓളം എണ്ണം എന്തായിരിക്കും? ടോളായിരിക്കും. 25ഓളം എണ്ണമായിരിക്കും ഡ്വാർഫ് വരിക. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം മറ്റൊരു കാര്യം മനസ്സിലാക്കി. കാരണം ഈ ഫസ്റ്റ് ജനറേഷനിൽ ടോളിൻ്റെ അലിയിലും ഡ്വാർഫിൻ്റെ അലിയിലും ഉണ്ടെങ്കിലും ഉണ്ട്, അല്ലേ? ടോളിൻ്റെ അലിയിലും ഡ്വാർഫിൻ്റെ അലിയിലും ഉണ്ട്. അപ്പോൾ പക്ഷേ ടോളിൻ്റെ സ്വഭാവമാണ് ആ പ്ലാന്റ് കാണിച്ചത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഡ്വാർഫിൻ്റെ അലിയിൽ നശിച്ചു പോയിന്നോ, ഡ്വാർഫിൻ്റെ അലിയിൽ ഈ ടോളുമായിട്ട് മിക്സായി പോയിന്നോ ഒന്നും അർത്ഥമില്ല. ടോളിൻ്റെ സ്വഭാവമാണ് ആ പ്ലാന്റ് കാണിക്കുന്നതെങ്കിലും ഡ്വാർഫ് സ്വഭാവത്തിൻ്റെ അലിയിലിന് ഒരു നാശവും സംഭവിച്ചിട്ടില്ല. അവൻ അവിടെ എങ്ങനെ എല്ലാം സഹിച്ച് ഹൈഡ് ചെയ്തിങ്ങനെ ഇരിക്കും. പക്ഷേ അവനപ്പോൾ ഉള്ളി പറയുന്നുണ്ട് സെക്കൻഡ് ജനറേഷൻ വരട്ടെ എന്ന്. അങ്ങനെ സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ രണ്ടുപേരും കൂടെ അവർ ഫ്യൂസ് ചെയ്ത് പോയായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഇത് രണ്ടും കൂടെ മിക്സായി പോയിരുന്നെങ്കിൽ ഇങ്ങനെ 2 ഗ്യാമീറ്റിലേക്ക് പോകാൻ പറ്റുമോ? മിക്സായ പാലും വെള്ളോടെ മിക്സായി പിന്നെ വെള്ളത്തിനെ വേറെ പാലിനെ വേറെ തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ 2 തരം ഗ്യാമീറ്റുകൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 2 ഡിഫറെൻറ്റ് ട്രേറ്റുകൾ ഒരു പ്ലാന്റിലുണ്ട്. അതിൽ ഇതിൻ്റെ സ്വഭാവമാണ് പ്ലാന്റ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും മറ്റേ ആ സ്മോൾ ടീയുടെ സ്വഭാവം ഒന്നും അത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും ആ സ്മോൾ ടി എന്ന് പറയുന്ന അലയിൽ നശിച്ചു പോയിട്ടില്ല, അത് ഫ്യൂസ് ആയിട്ടില്ല. സെക്കൻഡ് ജനറേഷന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ കണ്ടോ ഇത് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറയും. സെപ്പറേറ്റ് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക, പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് ടോള് ഒരു ഗ്യാമീറ്റ് ഇട്ടാൽ പോകണമെങ്കിൽ ഡ്വാർഫ് വേറെ ഗ്യാമീറ്റ് ഇട്ടാൽ പോകുള്ളൂ. രണ്ടുപേരും ഒരിക്കലും ഒറ്റ ഗ്യാമീറ്റിലേക്ക് പോകില്ല. രണ്ടും ഒറ്റ ഗ്യാമീറ്റ് ഇട്ട് വന്നിരുന്നെങ്കിൽ അവയെ ഫ്യൂസ് ചെയ്ത് പോയി നമുക്ക് പറയേണ്ട വന്നാലേ. അപ്പോൾ രണ്ടുപേരും സെഗ്രിഗേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ ഒരേ സ്വഭാവം, ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പൊക്കം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൻ്റെ 2 ഓപ്പോസിറ്റ് ട്രേറ്റുകൾ ഉണ്ടെങ്കിലും അവ ഒന്നിച്ച് സ്ഥിതി ചെയ്യുമെങ്കിലും ഗാമീറ്റ് ഫോർമേഷൻ വരുന്ന സമയത്ത്, ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവ രണ്ടും പരസ്പരം സെഗ്രിഗേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് ഒരുവൻ ഒരു ഗാമീറ്റ് ഇട്ടാൽ പോകണമെങ്കിൽ മറ്റവൻ മറ്റു ഗാമീറ്റ് ഇട്ടു.